ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഒരു മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും സിപിഎമ്മും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കപട മത്സരം നടത്തുകയാണെന്ന വാദവുമായി രംഗത്തിരിക്കുകയാണ് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു കൂട്ടരും വാസ്തവവിരുദ്ധമായ ഡീലുകളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയാണെന്നും അനിൽ ആന്റണി ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും വാസ്തവവിരുദ്ധമായ ഡീലുകളെക്കുറിച്ചാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ കൂട്ടർ ഒറ്റക്കെട്ടാണെന്നും അനിൽ ആന്റണി ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇരു കൂട്ടരും ശ്രമം. എന്നാൽ ഇതിനെല്ലാം അവസാനമുണ്ടാകാൻ സമയമായിരിക്കുകയാണ്. കേരളത്തിന് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 10 വർഷം കേരളം ഭരിച്ച ഇടത് സർക്കാരിന് തുടർഭരണം ലഭിക്കില്ലെന്ന് നേരത്തെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നു. അഴിമതി, ദുർഭരണം, പിൻവാതിൽ നിയമനം, അക്രമ രാഷ്ട്രീയം, വികസന മുരടിപ്പ് എന്നിവ ഈ സർക്കാർ പുറത്തു പോകുന്നതിനുള്ള കാരണങ്ങളാകും. മുൻകാലത്തെ പോലെ LDFും UDFും മാറി മാറി ഭരിക്കുന്ന രീതി മാറ്റം വരാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. മറ്റു പാർട്ടികൾ വിവാദത്തെക്കുറിച്ചും വിസ്മയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJP മാത്രമാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ BJPയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന് മാത്രമേ സാധിക്കൂ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഹിമാചൽ പ്രദേശിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, 2 മുനിസിപ്പാലിറ്റികളും നിരവധി ഗ്രാമപഞ്ചായത്തുകളും ഭരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ BJP കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ നിർണായക ശക്തിയാകും. ചുരുങ്ങിയത് 30 സീറ്റുകളിൽ എങ്കിലും വിജയം മുന്നിൽ കണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ ഭാരതം ഒരുങ്ങുകയാണ്. വികസിത ഇന്ത്യക്കൊപ്പം കേരളവും വളരണം. അതിന് BJPക്ക് സാധിക്കൂ. ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായാൽ കേരളത്തിലും വികസനം വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രൈസ്തവർ കൂടുതലുള്ള ഗോവയിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും NDAയാണ് ഭരണത്തിലുള്ളത്. ക്രൈസ്തവരും നരേന്ദ്രമോദി നയിക്കുന്ന NDAയുടെ ഭാഗമാണെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു.